ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്കിന്ന് വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗും അതിൻ്റെ ഒപ്പം കുട്ടി കുട്ടി എസെൻഷ്യൽസും അത്യാവശ്യം നമുക്ക് ജിമ്മിൽ പോകണ്ടെങ്കിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ജിമ്മിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ജിം ബാഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ മേടിച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇതൊരു ടോട്ട് ബാഗ് ആണ്, ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാ. 799 റുപ്പീസിന് പല 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 കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളെ ഇപ്പോൾ കൊണ്ടുപോകണു. നല്ല സ്ട്രോങ് ആ. അപ്പൊ ഇതാകുമ്പോൾ കുറേ സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. അത് മാത്രമല്ല കുറച്ചെങ്കിലും കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു 4 വർഷമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജിം ബാഗ് തന്നെയായിരുന്നു, പ്യൂമയുടെ തന്നെ. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അതിൽ വേറെ കള്ളികളൊന്നുമില്ല. അപ്പൊ നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ചിടുമ്പോൾ പിന്നെ ഫോൺ തപ്പാനായിട്ടും ഗ്ലൗസ് തപ്പാനായിട്ടും അതൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല കുറേ ആയിട്ടുണ്ടായിരുന്നു, നല്ലോണം പഴകിയത്. പിന്നെ അത് മാത്രല്ല, ഇത്ര മാത്രല്ല അല്ലെ, ഞാൻ ഇപ്പൊ കുറച്ച് നാളായല്ലോ കണ്ടിന്യൂസ് ആയിട്ട് പോണു. അപ്പൊ എനിക്ക് തന്നെ ഞാൻ ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ ഒരു 4 വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും മേടിക്കില്ല, അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ബാഗ് പിന്നെ കുറച്ച് അധികം കാലത്തേക്ക് ഇത് തന്നെ യൂസ് ചെയ്യും. അപ്പൊ നമുക്കിതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ നമുക്ക് അറിയുണ്ടാവും. ഒരു ഷൂസ് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ മാത്രമായിട്ടാവും യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് അവിടെ അലോ ചെയ്യുള്ളൂ. അപ്പൊ ഈ ഷൂസ് എന്ന് പറയണത് ഞാൻ ഇങ്ങനെ കവറിലിട്ടിട്ട് ഇതിൽ ഇടാണ് ചെയ്യുക. ഇത് ഞാൻ ലുലു മോളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഒരു ജർമ്മൻ ബ്രാൻഡ് ആണെന്നാണ് പറഞ്ഞത് അവര്. എന്താണ് ഏസിസ് എന്നാണ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഒരു ബ്രാൻഡ്. ഇതിന് കുറച്ച് വിലയുണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 8800 അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് വിലയുണ്ട്. ഏകദേശം 9000 റുപ്പീസിന്റെ അത്ര ഉണ്ടായിരുന്നു. ഇതിനെക്കാട്ടും മുന്നേ ഞാൻ അഡിഡാസിന്റെ ഷൂസാണ് യൂസ് ചെയ്തിരുന്നത്. അതൊരു 4000 രൂപയുടെ ഷൂസാണ് കേട്ടോ. പക്ഷെ അത് ഞാൻ നല്ലോണം യൂസ് ചെയ്തു. ഒരു 3 വർഷത്തോളം യൂസ് ചെയ്തു. ആദ്യത്തെ ഒരു വർഷം ഇത്തിരി ലോക്കൽ ഷൂസാണ്. ഒരു വർഷം തികച്ചില്ല കേട്ടോ. ഒരു 3-4 മാസമൊക്കെ ഒരു ലോക്കൽ ഷൂസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു കുറച്ച് പൈസ കൊടുത്ത് നല്ല ഷൂസ് മേടിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത്രയും നാള് നന്നായി യൂസ് ചെയ്തതല്ലേ, അപ്പൊ എന്നാൽ കുറച്ചും കൂടി നല്ലത് മേടിക്കാം, അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ എന്തായാലും ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്ന എനിക്കറിയാം. അപ്പൊ അങ്ങനെയാണ് ഞാനത് ഇത്രയും വില കൊടുത്തത് മേടിച്ചത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇവരുടെ തന്നെ 20,000 രൂപയുടെ ഷൂസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അത്രയും നമുക്ക് പറ്റില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഇത് പെർഫെക്റ്റ് ആണ്. നല്ലോണം ഗ്രിപ്പ് തരുന്നുണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാർഡിയോ ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല സുഖമാണ്. കറക്റ്റ് സൈസും ആണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കി മേടിച്ചത്, അതാ ഞാൻ ഓൺലൈനായിട്ട് മേടിക്കാഞ്ഞ്. ഇത് UK സൈസ് 5. അതന്നെ എൻ്റെ മറ്റ് ചെരുപ്പുകളുടെയും സൈസ് എന്ന് പറയുന്നത് UK സൈസ് 5 കേട്ടോ. അത് നമുക്ക് ഇന്ത്യൻ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതല്ല നമ്മുടെ ഇന്ത്യൻ സൈസ് എന്താന്ന് നോക്കിയിട്ട് ഷൂസ് നോക്കിയിട്ട് അത് UK സൈസിലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പറയും കേട്ടോ. നല്ലൊരു ഷൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതൊരു മസ്റ്റ് ഹാവ് ആണ്. അത് കുറച്ച് വില കൊടുത്താലും ഇത്രയൊന്നും വേണമെന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ആകുമ്പോൾ നോക്കി ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ഷൂസ് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു കവറിലേക്ക് തിരിച്ചിട്ട് ഞാൻ ഈ ജിമ്മിന്റെ സാധനങ്ങളൊന്നും മാറ്റാറില്ല കേട്ടോ. എന്താണോ അത് തന്നെയാണ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുക. ഇപ്പൊ ഞാൻ ജിമ്മിൽ തിരിച്ചെത്തിയിട്ടേ ഉള്ളേ. ഞാൻ പോണേക്കാട്ടിന് മുന്നേ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ കുറച്ച് പണികളുള്ള കാരണം നടന്നില്ല. പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ ബാഗിൽ ഇതേപോലെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതൊരു കുട്ടി കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതില് ഫോൺ ഉണ്ട്. ഒന്ന് എൻ്റെ വർക്ക് ഫോണാണ് കേട്ടോ, അതാണ് ഈ ഐഫോൺ. ഒന്ന് ഇത് വൺ പ്ലസ് ആണ്. ഇത് കുറേ നാൾ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഫോൺ. അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. 2 നമുക്ക് വേണ്ടത് അത്യാവശ്യം. ഇങ്ങനത്തെ ജോലി ആയതുകൊണ്ട് ആ രീതിക്ക്. പിന്നെ ഒരു മാസ്ക് ഈ ഒരു കമ്പാർട്ട്മെന്റിലാണ് ഇതൊക്കെ ഇട്ടിട്ടുള്ള. ഒരു മാസ്ക് ഉണ്ട്. പിന്നെ എൻ്റെ ഗ്ലാസസ്. ഇത് നല്ല ക്യൂട്ടാണ്. ഇത് ഞാൻ കവറിലൊക്കെ ഇട്ടിരുന്നതാണ്. പിന്നെ ഞാനത് മാറ്റി. ഇതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കാം, ഇങ്ങനെ തുറന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് വലിയ കണ്ണട. ഇതാകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ മുഖത്തിന്റെ പകുതിയോളം ഭാഗം കവറാവും. അതേപോലെ തന്നെ ഹെൽമെറ്റിന്റെ ആ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ എന്നാ പോലും എനിക്ക് സൂര്യതാപം ഏറ്റേണ്ടി അതിനോട് ഒരു കറുത്ത പാടുകയാണെന്ന് എനിക്ക് പൊള്ളി പോയിട്ട് അവിടെ. അപ്പോൾ അത് സൂക്ഷിക്കുക. എപ്പോഴും സൺസ്ക്രീനൊക്കെ ഇടുക. ഞാൻ ചിലപ്പോൾ രാവിലെ 8 മണിയുടെ സ്ലോട്ടാവും എടുക്കുക. അപ്പോൾ ഒരു 7:45 പോവും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മിക്കവാറും എനിക്ക് പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ഇമ്മക്കുട്ടീനെ സ്കൂളിലൊക്കെ വിട്ട് അങ്ങനെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഇപ്പൊ ഞാൻ ഇപ്പോൾ 9 മണിയുടെ സ്ലോട്ടാണ്. അങ്ങനെ ആകുമ്പോൾ 8:45 നമ്മൾ ഇറങ്ങും. അത്രയും വേണ്ട, ശരിക്കും ഒരു 5 മിനിറ്റ്സിന്റെ ഡ്രൈവ് കഷ്ടേ ഉള്ളൂ. അടുത്ത അവിടെ നിന്ന് കുറുക്കഞ്ചേരി ടു കുരിയച്ചിറ, അധികം ദൂരം ഇല്ലല്ലോ.
പക്ഷേ എന്നാലും ഏകദേശം ആ ഒരു ടൈം പിടിച്ച് വരുമ്പോൾ ഇറങ്ങുമ്പോൾ ആ ഒരു സമയമാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് 10 മണിക്കല്ലേ. അയ്യോ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സൺസ്ക്രീൻ സ്പ്രേ വയ്ക്കും. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രാവിലെ പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോവുക. തിരിച്ചു വരുമ്പോൾ ഈ സൺസ്ക്രീൻ സ്പ്രേ ആണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. റീഅപ്ലൈ ചെയ്യാനായിട്ട് ഇത് കുഴപ്പമില്ല. എൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ സുഖമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പക്ഷെ ഫുൾ പ്രൊട്ടക്ഷൻ തരില്ല സൺസ്ക്രീൻ സ്പ്രേ എന്ന് പറയുന്നത്. ഇതൊരു 20 തവണയെങ്കിലും സ്പ്രേ ചെയ്താലേ നമുക്ക് കുറച്ചെങ്കിലും പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന നേരത്തും ആ ക്രീം എടുത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണ്ടേ, അല്ലെങ്കിൽ സ്റ്റിക്ക് ആണെങ്കിലും മതി. പക്ഷെ മടി കാരണം ഞാനത് ഓൾറെഡി മേടിച്ച കാരണം ഇത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽ കേട്ടോ, അത് സൈഡിലുള്ളതാണ്. പിന്നെ ഈ പൗച്ചിൽ തന്നെ സാനിറ്റൈസർ ഉണ്ട്, ഒരു ലിപ് ബാം ഉണ്ട്. ഇത് ബോഡി ഷോപ്പിന്റെ ലിപ് ബാമാ. ഇത് ഞാൻ ഇടുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഏത് ലിപ്സ്റ്റിക്കാന്നുള്ളത്. ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. കുറച്ച് വിലയുണ്ട്, പക്ഷെ നല്ല കളറാണ്. അതേപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്യാവശ്യം നമ്മുടെ ലിപ്സിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. അതൊരു 1000 രൂപയുടെ ലിപ് ബാം ആണ്. പക്ഷെ ഇത് കുറേ നാളെ യൂസ് ചെയ്യണം. അധികം യൂസ് ചെയ്യൂല, കാരണം തീർന്നു പോയാലോ എന്ന് വിചാരിച്ചു. തീർന്നാൽ പിന്നെയും മേടിക്കണ്ടേ. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ഞാൻ അത് തുറന്നു നോക്കണത്. നല്ലത്. ഇതിന് പല കളേഴ്സും ഉണ്ട് കേട്ടോ. ക്ലിയർ ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അതുണ്ട്. പിന്നെ ഒരു ചീർപ്പൊരു ലിപ്സ്റ്റിക്ക് ഇതൊന്നും ആവശ്യമില്ല, വെറുതെ ഇട്ടിരിക്കണമെന്നില്ല. പിന്നെ ഇൻഹേലർ പിക്സിൻ്റെ അതും ആവശ്യമുണ്ടായിട്ടൊന്നല്ല, വെറുതെ. പിന്നെ കുറച്ച് മാത്രം പൈസ ഇൻ കേസ് ഇളനീര് കുടിക്കണം തോന്നി. പക്ഷെ ഇപ്പൊ ഞാൻ കുടിക്കാറില്ല കേട്ടോ. എനിക്ക് മടിയാ. ശക്തൻ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോയിട്ട് അവിടെ നിന്ന് ഇളനീരെടുത്ത് പിന്നെ ഇങ്ങനെ, അത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട, വന്നിട്ട് അങ്ങനെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാം. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവും, ജിമ്മിൽ പോണേക്കാട്ടിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോവാം. എന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഇളനീര് കുടിക്കും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഷേക്ക് കുടിക്കും. പിന്നെ ലഞ്ച് അതേപോലെ തന്നെ ഒരു 4 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു പഴം കഴിച്ചിട്ട് പിന്നെ ഒരു ഡിന്നർ സിമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ തോന്നും തിന്നാൻ മാത്രമേ നേരമുള്ളൂ എന്ന്. ആ രീതിയാണ് തോന്നുക നമുക്ക്. ശരിക്കും പറഞ്ഞാൽ അതായിട്ട്. പക്ഷെ ഞാൻ ഫുഡിൽ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ റിയൽ റിസൾട്ട് എനിക്ക് ആ ഒരു മസിൽ ഗെയിൻ കണ്ടു തുടങ്ങിയത് ഞാൻ ഫുഡിൽ ശ്രദ്ധിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ 80% ഭക്ഷണത്തിലാണ്, 20% വർക്കൗട്ടിൽ എന്ന് പറയുന്നത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഗോവയിലുള്ളപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഫുഡ് സാധാരണ പോലെ 3 നേരം മാത്രമേ കഴിക്കുള്ളൂ. അതും ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണ് എപ്പോഴും. അപ്പം അതുകൊണ്ട് ഒന്നും കണ്ടിരുന്നില്ല. പിന്നെ എനിക്കൊന്നും ഒഴിവാക്കേണ്ടി വന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കുന്നില്ല, മറ്റേ സ്വീറ്റ് അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല. അപ്പം ഷുഗറിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ വല്ലപ്പോഴും എന്തെങ്കിലും പായസമോ അങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ കുടിക്കുന്നുണ്ടെന്നുള്ളതല്ലാണ്ട് ഷുഗർ ഇൻടേക്ക് കുറവാണല്ലോ. പിന്നെ അത് നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും ചോറിൻ്റെ അളവ് മുന്നേ തന്നെ ഞാൻ ചോറ് അധികം കഴിക്കില്ല, പക്ഷെ കൂട്ടാനും ഉപ്പേരി ഒരുപാട് കഴിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നം വന്നില്ല കേട്ടോ. പക്ഷെ ഈ ഒരു റുട്ടീൻ ഉള്ളപ്പോൾ നല്ലൊരു ഡിഫറൻസ് എനിക്ക് എൻ്റെ മസിൽ ഗെയിൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ കറക്റ്റായി. നമ്മുടെ വെയിറ്റ് ഞാനൊരു പേപ്പർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ നോക്കട്ടെ കേട്ടോ ഇവിടെ ഉണ്ടോയെന്ന്. ഇതാണ് ആ പേപ്പർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെഷീൻ്റെ മീതെ കയറി നിൽക്കും, നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കും. അതിൻ്റെ ഒപ്പം തന്നെ നോക്കുന്നതാണ് ടോട്ടൽ ബോഡി വാട്ടർ, പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ് മാസ്, വെയിറ്റ് അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ അതിൽ കറക്റ്റ് എൻ്റെ ഹൈറ്റിനും വേണ്ടത് എത്രയാണ്, ഹൈറ്റിനും അതേപോലെ വയസ്സിനും വേണ്ടത് എത്രയാന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ശരിക്കുള്ളത് എത്രയാന്ന് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ ബോഡി വാട്ടറേ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇളനീരും ഒക്കെ അതുപോലെ തന്നെ കൃത്യമായിട്ട് വെള്ളം കുടിച്ച് തുടങ്ങിയപ്പോൾ അത് കറക്റ്റായി. മിനിമം വേണ്ടത് 25.2 ആയിരുന്നു. ഇപ്പം എനിക്കത് കൂടി 26 ആയിട്ടുണ്ട്. പ്രോട്ടീനാണ് കേട്ടോ. പ്രോട്ടീൻ 6.8 ഏറ്റവും കുറവ് എൻ്റെ ബോഡിയിൽ വേണം. അതും കുറവായിരുന്നു, 5 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടി 7 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മിനറൽസ് ഉണ്ട്, അതും അങ്ങനെ എൻ്റെ എല്ലാം കുറവായിരുന്നു. അത് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കൗട്ടിൻ്റെ ഒപ്പം തന്നെ ഫുഡ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഞാൻ കഴിക്കണ പോലെ ഇങ്ങനെ കറവറാന്നല്ല, ഇങ്ങനെ 6 നേരം അല്ലെങ്കിൽ 5 നേരം കഴിക്കണം എന്നില്ല കേട്ടോ. അത് ട്രെയിനർ പറയും എങ്ങനെയാന്നുള്ളത്. എനിക്ക് പിന്നെ എല്ലാം കുറവായതുകൊണ്ടും ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് 3 നേരം അങ്ങനെ കഴിച്ചിരുന്ന കാരണം
ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ ഒരു 5 നേരം കഴിക്കുക. ഞാൻ പറഞ്ഞില്ല, രാവിലെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ദോശ 2 മുട്ട അങ്ങനെയാണ് കഴിക്കുക. പിന്നെ ഇപ്പോൾ ഇളനീര് കുടിക്കണില്ല, വന്ന ഉടനെ തന്നെ പ്രോട്ടീൻ ഷേക്ക്, പ്രോട്ടീൻ പൗഡർ വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പ്രോട്ടീൻ പൗഡർ ഏതാന്നുള്ളത്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. എൻ്റെ ട്രെയിനർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ്. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുമാണ് കഴിക്കണത്. കുറേ പേര് പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ പാടില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ റിസർച്ച് ചെയ്തിട്ടും ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടും കുഴപ്പമില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതും ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് അത് ഈ പാലിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരില്ലേ, അങ്ങനത്തതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നുള്ള പ്രോട്ടീനാണ് എടുക്കണം. അപ്പോൾ ചോദിക്കും പാല് കുടിച്ചാൽ പോരെ. പാലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ര അധികം പ്രോട്ടീൻ കിട്ടേണ്ട അത്ര പാല് കുടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേപോലെ തന്നെ അതിൽ പ്രോട്ടീൻ മാത്രമല്ല കയറുക. നമുക്ക് പാല് കുടിക്കുമ്പോൾ, പാലായിട്ട് കുടിക്കുമ്പോൾ ഫാറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പ്രോട്ടീൻ പൗഡർ വരുന്നത്. അതിനുശേഷം ലഞ്ച്. അപ്പോൾ അത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ, ഒന്നും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അതാകുമ്പോൾ എന്ന് വെച്ചാൽ ചോറ് കുറച്ച്, പക്ഷെ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ ഉണ്ടാവും, പിന്നെ ഉപ്പേരി ഉണ്ടാവും, കൂട്ടാനുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ളത് തന്നെ. ആകെ ഒരു എക്സ്ട്രാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്രീൻ പീസോ കടലയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേവിച്ചത് എക്സ്ട്രാ കഴിക്കും. പിന്നെ 4 മണി നേരത്തെ ഒരു പഴം, നേന്ത്രപ്പഴമാണ് കൂടുതലും കഴിക്കുക. പിന്നെ വൈകിട്ട് രാത്രി ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ വീട്ടിൽ ദോശയാണെങ്കിൽ ദോശ, അങ്ങനെ എന്തെങ്കിലും അത് ഒരെണ്ണം. പിന്നെ സാലഡ്സ് എന്തെങ്കിലും അതുണ്ടെങ്കിൽ അത് കഴിക്കും. എന്നുവെച്ചാൽ ഒരു കുക്കുംബറോ ഒരു തക്കാളിയോ അതെന്തെങ്കിലും നുറുക്കി കഴിക്കും. ലഞ്ചിന്റെ സമയത്ത് വിചാരിക്കും കഴിക്കും, പക്ഷെ അത് ആ സമയം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്താ, മുട്ട. എഗെയിൻ മുട്ട കഴിക്കും കേട്ടോ. ഒരു ദിവസം 3 മുട്ട ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം. അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നില്ല. ആകെ നമുക്കൊരു എക്സ്ട്രാ ചിലവ് വരുന്ന മുട്ടയുടെ കാര്യത്തിലാണ് കേട്ടോ. ചിലപ്പോൾ ഈ രാത്രി സമയത്ത് മുട്ട മാറ്റിയിട്ട് ചിലപ്പോൾ ഞാൻ പനീർ കഴിക്കും, ടോഫു കഴിക്കും. അതാണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് കഴിക്കുന്ന ഒരു സാധനം. അത്ര തന്നെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് വർക്കാവും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ എന്തായാലും ഇളനീര് കഴിക്കാറില്ല, മടിയായിട്ട് അത്രയും ദൂരം പിന്നെ വണ്ടി ഓടിച്ച് പോകണേ വിചാരിച്ചു. പിന്നെ ഒരു ടവൽ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് മെഷീൻസിൽ വിരിച്ചിട്ട് നമ്മൾ ഓരോ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വേർക്കുമല്ലോ. ചിലർ നന്നായിട്ട് വേർക്കും, ചിലർ അധികം വേർക്കില്ല. പക്ഷെ വേർത്താലും വേർത്തില്ലെങ്കിലും നമ്മളൊരു ടവൽ ഇട്ടിട്ട് വേണം, നമുക്കായിട്ടൊരു ടവൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അത് എല്ലാ ദിവസവും വാഷ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്, ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുവിനി. പിന്നെ ഗ്ലൗസ് എനിക്ക് എഗെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഈ കറബറ സാധനം എന്ന് വെച്ചാൽ ഈ ഇതിലൊക്കെ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പിടിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര കട്ടിയുള്ളതല്ലേ, അപ്പോൾ നന്നായിട്ട് ഒരയും. അപ്പൊ അത് ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്. അതുപോലെ കുറേ പേർക്ക് തഴമ്പ് വരണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തഴമ്പ് വരണോണ്ട് കുഴപ്പമുണ്ടായിട്ടുള്ളതല്ല, പക്ഷെ എനിക്കത് പിടിക്കുമ്പോൾ കൈ ഭയങ്കരമായിട്ട് ഒരയുമ്പോൾ വേദനിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് കുറേ നാളായിട്ടോ. ഇത് പ്യൂമയുടെ തന്നെയാണ്. ഞാൻ ജിമ്മിലത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് നോക്കി പൈസ കൊടുത്തിട്ടുള്ളതാണെങ്കിലും എന്ന് വെച്ചാൽ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലത് തന്നെ മേടിക്കും കേട്ടോ. കാരണം എനിക്കത് അറിയാം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കും എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇത്രയും വർഷമായില്ലേ, അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഓക്കെ ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ നമുക്ക്. നമ്മൾ ഇത്രയും നാളായിട്ട് റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ്, നമ്മുടെ ബോഡീനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന സമ്മാനമാണ് കേട്ടോ. പിന്നെ ഇതാ പാഡ്, അതെപ്പോഴും ഞാൻ വെക്കും. നമുക്കറിയില്ലല്ലോ എപ്പോഴാ ആവശ്യം വരിക എന്നുള്ളത്. നമുക്കല്ലെങ്കിലും വേറൊരാൾക്ക് കൊടുക്കാമല്ലോ. പെർഫ്യൂം ഇതങ്ങനെ ആവശ്യം വരാറില്ല, കാരണം ഞാൻ പോകുമ്പോൾ പെർഫ്യൂം ഇട്ടിട്ടാണ് പോവുക. ഇപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വെച്ചു, ക്ലച്ച് ക്ലിപ്പ്. കൂടുതലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുടി കെട്ടുക. കാരണം എന്താ വെച്ചാൽ ഈ ക്ലച്ച് ക്ലിപ്പ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാക്കി ഈ ക്ലിപ്പ് കുത്തുമ്പോൾ ഇങ്ങനെ കിടന്നിട്ടുള്ള വർക്കൗട്ട് ഒക്കെ ഉണ്ടാവില്ല. അതാകുമ്പോൾ ഇങ്ങനെ തല ഒരയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോണിറ്റെയിൽ കെട്ടുന്നത്. ഇതിങ്ങനെ വെച്ചാലും അത്ര കുഴപ്പമില്ല, എസ്പെഷ്യലി എനിക്ക് അധികം ഉള്ളൊന്നും ഇല്ലല്ലോ മുടിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടന്നാലും അത്ര ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുടിയെല്ലാം കൂടി കൂട്ടി പിടിച്ച് ഈ ഉച്ചിയിൽ ഒരു ബൺ കെട്ട്. പക്ഷെ അപ്പോഴും എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മുടി കുറേ ഇങ്ങനെ വീണ് കിടക്കും, അതെനിക്കിഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ പോണിറ്റെയിൽ തന്നെയാണ് കെട്ടുക കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഈ ഗ്ലാസ് അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ ജിം ബാഗിലുള്ളത് എസെൻഷ്യൽസ്. അപ്പൊ ഇതിലിപ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല ഷൂസ് ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വേറെ ഇപ്പൊ ഇതിൽ മസ്റ്റ് ഹാവ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സ്പോർട്സ് ബ്ര. അത് നിർബന്ധമായിട്ട്, അതിപ്പോൾ ജിമ്മിൽ പോണ വർക്കൗട്ട് മാത്രമല്ല, യോഗയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ തന്നെ
നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് നടക്കില്ല, അതായത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുക, ഓടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബൂബീസിന് ആ ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് തന്നെ വേണം. അതിന് സ്പോർട്സ് ബ്ര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്നാണ് മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ സ്പോർട്സ് ബ്ര ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എന്നെപ്പോലെ സ്മോൾ ബസ്റ്റോ അതല്ലെങ്കിൽ ഒരു നോർമൽ ബസ്റ്റുള്ള ആളുകളാണെങ്കിൽ ഈ സപ്പോർട്ടൊക്കെ ധാരാളമാണ്. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ബാൻഡിൻ്റെ വിഡ്ത്ത് കുറച്ചും കൂടി അധികം ഉള്ളത് കിട്ടും കേട്ടോ. അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ കൂടി സപ്പോർട്ടുള്ള സ്പോർട്സ് ബ്ര യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഫ്രണ്ടിൽ സിബുള്ള സ്പോർട്സ് ബ്ര ആണ്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഉള്ള സ്പോർട്സ് ബ്ര. അപ്പോൾ നമുക്ക് ഇടാൻ ഊരാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ. ചിലത് ഞാൻ ഇങ്ങനത്തെ മേടിക്കും കേട്ടോ, ബാക്കിൽ ഹുക്ക് ഉള്ളത് കണ്ടോ. അങ്ങനെയാകുമ്പോൾ കഴുത്തിക്കൂടി ഇട്ടിട്ട് ബാക്കിൽ ഹുക്ക് ഇടാം, ബ്രാ ഒക്കെ പോലെ. ഇതും കുഴപ്പമില്ല. പക്ഷെ ചിലത് എന്താ വെച്ചാൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ല, അങ്ങനെ കഴുത്തിക്കൂടെ ഇങ്ങനെ ഇടുക എന്നുള്ളതിനാണ്, അതെനിക്ക് തീരെ ഇഷ്ടമില്ല. ചിലർക്ക് ഈ ഇങ്ങനത്തെ റേസർ ബാക്ക് വരുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ സിവാമയിലൊക്കെ അതേ കണ്ടോ സിമ്പിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ സ്പോർട്സ് ബ്ര ഉണ്ട്. ഇങ്ങനത്തതാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും നല്ലതാ. ഏത് ടൈപ്പ് ബസ്റ്റ് ആണെങ്കിലും, സ്മോൾ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ഹെവി ആണെങ്കിലും സ്പോർട്സ് ബ്ര മസ്റ്റ് ആണ്. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുറെ കൂടി സപ്പോർട്ടുള്ള സ്പോർട്സ് ബ്ര എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇത് പ്യൂമയുടെ ആണ് കേട്ടോ. കുറച്ച് സ്പോർട്സ് ബ്ര അതിൽ ഇൻവെസ്റ്റ് ചെയ്യണത് നമുക്ക് ഗുണേ ചെയ്യുള്ളൂ കേട്ടോ, ഒരു തരത്തിലും ദോഷം ചെയ്യില്ല. എസ്പെഷ്യലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് മസ്റ്റാണ്, ഒരിക്കലും ഇത് ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ നോക്കിയിട്ട് നമ്മുടെ ബസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പോർട്സ് ബ്ര ഇടുമ്പോൾ നമ്മുടെ നോർമൽ ബ്ര ഇടണോ എന്നുള്ളത്. ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഇപ്പൊ ഭയങ്കര ചൂടും കൂടിയല്ലേ, പിന്നെ ഓരോരുത്തരുടെ വെച്ചാൽ കംഫർട്ടബിൾ ആവുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. രണ്ട് ബ്രായും ഇടുന്ന നോർമലും ഇതും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും ഗോ ഫോർ ഇറ്റ്. എനിക്ക് പക്ഷെ ഈ ഒരെണ്ണം കൊണ്ട് തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിട്ടാൽ തന്നെ മതിയാവും കേട്ടോ. അത് നോക്കിയിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതും ആമസോൺ എന്നുള്ളതാ. ഇത് ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ തപ്പിയിടാം കേട്ടോ. ഇത് നല്ലതാ, അത്ര എക്സ്പെൻസീവും അല്ല, പക്ഷെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. നോർമൽ ടു മീഡിയം ബസ്റ്റ് ഉള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് കുറച്ചുകൂടി നോക്കേണ്ടി വരും. ഇതുണ്ടല്ലോ, ഇത് ഞാനൊരു ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ ബ്രാൻഡിന്റെ പേര് വന്നിട്ട് സിൽവർ ട്രാക്ക് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. അവർക്ക് ഇങ്ങനത്തെ കോമ്പോസ് ഉണ്ട്, ഇങ്ങനത്തെ സ്പോർട്സ് ബ്രായും അതേപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ ഒരു 3/4 കുറച്ചും കൂടി താഴെ വരെയുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ലോൺ എക്സ്പെൻസീവ് ആണ്. ഒരു 2000 രൂപയൊക്കെ ഉണ്ട് ഈ ഒരു കോമ്പോന്. പക്ഷെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് മേടിച്ചതാണ്. ഇങ്ങനെ തന്നെയാണ് അവര് ഇതാക്കുന്നത്. പക്ഷെ ഞാൻ ഇതിന്റെ മീതെ എന്തെങ്കിലും ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. നമ്മുടെ അസ്വി വ്ളോഗ്സിലുണ്ടല്ലോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 week ഓഫ് ജിം ഔട്ട്ഫിറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 21 days ഓഫ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാന്നുള്ളത്. 1 week ഓഫ് ജിം ഔട്ട്ഫിറ്റ്സിൽ ഞാൻ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യണേന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കൂട്ടോ, അപ്പൊ കുറച്ചുകൂടി ഐഡിയ കിട്ടും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ് ഇത് ഇങ്ങനത്തെ കോഡ് സെറ്റ് കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇങ്ങനത്തെ ലാവൻഡർ ഷെയ്ഡില് പല കളേഴ്സ് ഉണ്ട്. ഇതിന് തന്നെ റെഡും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ടോപ്പ് ആൻഡ് ബോട്ടം നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇടുമ്പോൾ നല്ല നല്ല ക്യൂട്ടാ. കംഫർട്ടബിൾ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതാ. ഇത് ബനു സ്വാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോറിന്ന് ഇത് 1000 രൂപയാണ്. 2 എണ്ണത്തിനും കൂടിയിട്ട് 1000 രൂപ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ. നോക്കിയിട്ട് വില കുറവുള്ളതാണെങ്കിൽ അങ്ങനെ മേടിച്ചാലും മതി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് പറയുക, ബ്ലിസ് ക്ലബ്ബ്. അയ്യോ, ഇത് ഇതിന്റെ ഫേവറേറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാൻസ് അവൈലബിൾ ആണ്. കണ്ടോ, ഇങ്ങനെ താഴെ ഇതേപോലെ ബെൽ ബോട്ടംസ് പോലെയുള്ളതാണ്. ഇത് 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് കോട്ടൺ ആണ്, അതായത് ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ 95% കോട്ടനും 5% മാത്രമേ ഇലാസ്റ്റിക് അങ്ങനത്തെ സ്പെൻഡെക്സ് ആ മെറ്റീരിയൽ അതിൻ്റെ ഉള്ളൂ കേട്ടോ. ഇതിന് സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്, ബാക്കിൽ പോക്കറ്റ്സ് ഉണ്ട്. ഇതേ മോഡലിൽ തന്നെ വരുന്നതാണ് ഇത്. ഇതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 95% നൈലോൺ ആവാനാണ് ചാൻസ്. അല്ല, 88% നൈലോൺ ആണ് കേട്ടോ. രണ്ടും നല്ലതാണ്, പക്ഷെ കുറെ കൂടി നല്ലത് ഇതാണ്.
കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ട്. അപ്പൊ ഈ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര നല്ലതാണ്, അടിപൊളി. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമ്മുടെ കാലിങ്ങനെ വളച്ച് ഒടിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ബ്രീത്തബിൾ ആണ്. അപ്പൊ ഈ സമയത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലിസ് ക്ലബിന്റെ ഇങ്ങനത്തെ പാൻസ്. കുറെ പേർക്ക് ഇങ്ങനത്തെ ടൈറ്റ് വരുന്നു, വേറെ എന്തോ കുറെ പേർക്ക് ഇങ്ങനത്തെ ടൈറ്റ് ആയിട്ടുള്ളത് ഇഷ്ടമായിന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇന്നും കൂടി ഞാൻ ഇങ്ങനത്തെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നോക്കിയിട്ട് നമുക്ക് ഈ കോട്ടന്റെ വേണമെങ്കിൽ കോട്ടന്റെ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് ഈ നൈലോൺ ഇങ്ങനത്തെ മെറ്റീരിയലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാം. രണ്ടും കുഴപ്പമില്ല കേട്ടോ, ചൂട് സമയത്ത് രണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. കുറെ കൂടി കംഫർട്ടബിൾ ഇതാന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ബ്ലിസ് ക്ലബിന്റെ കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളും ഉണ്ട്, അതും ഭയങ്കര നല്ലതാണ്. നമുക്ക് ഈ ബ്ലിസ് ക്ലബിന്റെ ഉണ്ടല്ലോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ്. കുറച്ച് വിലയുണ്ട് കേട്ടോ. ഇവരുടെ തന്നെ കുറച്ച് ഇതേപോലത്തെ ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത പക്ഷെ വിലക്കുറവുള്ള ഒരു ബ്രാൻഡാണ് റോക്ക് പേപ്പർ സിസർ എന്ന് പറഞ്ഞിട്ട്. ഇതേപോലത്തെ തന്നെ പാൻസ് ഉണ്ട് അവരുടെ എൻ്റെ കയ്യിൽ. പക്ഷെ ഇത്ര ഫിറ്റിംഗ് ഒന്നും ഇത്ര രസമില്ല കേട്ടോ. ഇത് വേസ്റ്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ലോണം കയറി നിൽക്കും, നന്നായിട്ട് നമ്മുടെ ടമ്മീനെ ടക്കിൻ ചെയ്ത് നിർത്തും കേട്ടോ. അതായത് വയറ് കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, പക്ഷെ ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. പിന്നെ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പാൻസും അതേപോലെ തന്നെ ട്രാക്ക് പാൻസ് ഉണ്ട്. ബ്ലിസ് ക്ലബിന്റെ തന്നെ ട്രാക്ക് പാൻസ് ഉണ്ട്. എത്തും വേണമെങ്കിൽ അങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ടീഷർട്ട്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ആമസോണിൽ നിന്നുള്ളതാണ്. ഇങ്ങനത്തെ മേടിച്ചാലും മതി. പാൻസ് മാത്രം വേണമെങ്കിൽ ബ്ലിസ് ക്ലബിൽ നിന്ന് മേടിക്കാം. ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ നീളമുള്ള ടോപ്പ് ആണെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ഉള്ളത് 200-300 രൂപയുടെ അത് മേടിക്കാവുന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ല സ്പോർട്സ് ബ്രായിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി പാൻസും ടോപ്പൊക്കെ നമുക്ക് സാധാരണ മേടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ് താഴെ ഇടണേന്നുള്ളത്. സാധാരണ ട്രാക്ക് പാൻസ് ഇടുകയാണെങ്കിൽ നോർമൽ കോട്ടൺ പാൻറ്റ്സ് തന്നെ ഇട്ടാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്, യാതൊരു സംശയമില്ല. പക്ഷെ ചിലർക്ക് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ടൈറ്റ് പാൻസ് ഇടുമ്പോൾ, നോർമൽ കോട്ടൺ പാൻറ്റ്സ് ഇടുമ്പോൾ അത്ര കംഫർട്ടബിൾ അല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പാൻറ്റി ലൈൻ വിസിബിൾ ആയിരിക്കും. അത് കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ ഷോർട്സ് ഇല്ലേ, ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റി ലൈൻ ആയിട്ട് വിസിബിൾ ആവില്ല, പക്ഷെ ഈ തൊടയുടെ അവിടെയൊക്കെ ആയിട്ടാണല്ലോ ഇത് നിൽക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ചൊന്ന് ഒരു പൊടിക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുള്ളൂ, ഇതൊന്ന് കാണും. പക്ഷെ അത് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ കോട്ടന്റെ മേടിച്ചിട്ട് ഇങ്ങനത്തെ ബോയ് ഷോർട്സ് ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതും ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഉണ്ട്. ഇതാകുമ്പോൾ എന്താന്ന് വെച്ചാൽ സീംലെസ് പാൻറ്റി ആയിട്ട് വേണമെങ്കിൽ പാൻറ് സൈഡ് ഇങ്ങനത്തെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ ആകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു തിക്കായിട്ടുള്ള ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാൻസിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ, ടൈറ്റ് പാൻസിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അറിയില്ല കേട്ടോ. പക്ഷെ ഈ ഏരിയയിൽ അവർ കോട്ടന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് അത്ര നല്ലതല്ല. എസ്പെഷ്യലി ഈ ചൂട് സമയത്ത് ഇങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അത്രയും നിർബന്ധമാണ്, ആ ഒരു തരത്തിലൊരു പെർഫെക്ഷനും കാര്യങ്ങളും വേണം, ഒട്ടും തന്നെ പാൻറ്റി ലൈൻ കാണരുത് എന്നൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് തന്നെ ഷോർട്സിന്റെ രീതിയിൽ വരുന്നുണ്ട്, ഇത് കണ്ടോ. ഇതും താഴെ ഒട്ടും തന്നെ തിക്കായിട്ടുള്ള ഒരു ലൈനോ അങ്ങനെ ഒന്നും കാണില്ല, വളരെ സീംലെസ് ആയിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഇങ്ങനത്തതാണ്. ഇതാകുമ്പോൾ താഴെ തൊടയുടെ അവിടെ ചെറുതായിട്ടൊന്നും കാണുന്നല്ലോ, അത് കണ്ടാലും കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്, നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരില്ല. ഈ ചൂട് സമയം കൂടി ആയതുകൊണ്ട് തന്നെ കഴിവതും കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ സ്പോർട്സ് ബ്രാ ആണെങ്കിൽ ശരിയാണ്, ഇങ്ങനത്തെ ഒക്കെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ നൈലോൺ പോളിയസ്റ്റർ മെറ്റീരിയൽ ഒക്കെയാണ് വരിക. പക്ഷെ എന്നാലും കംഫർട്ടബിൾ ആയിരിക്കും. ബ്രായുടെ കാര്യത്തിൽ പിന്നെ സ്പോർട്സ് ബ്രാന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷെ പാൻറ്റസ് ഒക്കെ ഇടുമ്പോൾ കോട്ടൺ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ജിമ്മിൽ മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാൻറ്റി ലൈനർ. അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാന്നുള്ളത്. ഇപ്പൊ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാണ്ട് തന്നെ ഇങ്ങനെ പീ ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ട്. 1-2 ഡ്രോപ്പ് പോവും.
അറിയാണ്ടാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ, അതിങ്ങനെ മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത്രയും പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു പാൻറ്റി ലൈനർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺകംഫർട്ടബിൾ ഫീലിംഗും ഉണ്ടാവില്ല, എന്നാൽ നല്ല സേഫ് ആയിരിക്കും. ഒരു നനവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്ന കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ പാൻസിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ ഈ പാൻറ്റി ലൈനർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ യൂഷ്വലി ക്യാമൽ ടോ എന്ന് പറയും, ഞാൻ അവിടെ പിക്ചർ ഇടാം കേട്ടോ. അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടാവില്ല. അതായത് ടൈറ്റ് ആയിട്ടുള്ള പാൻസ് ഇടുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാ വെച്ചാൽ അവിടെ ഒരു ലൈൻ പോലെ കാണും. അത് ഒഴിവാക്കാനും ഇത് നല്ലത്. പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എന്നുള്ള രീതിക്ക് മാത്രമല്ല, അല്ലാത്തവർക്കാണെങ്കിൽ അത് അവിടെ എപ്പോഴും ഡ്രൈ ആയിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെയാണെങ്കിൽ ജിമ്മിലാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് വേർക്കുകയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഏരിയ ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ഈ പാൻറ്റി ലൈനർ വെച്ചാൽ നല്ലതായിരിക്കും. ഇത് എനിക്ക് പേഴ്സണലി തോന്നുന്നു, ഒരുപാട് പേര് അത് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ട് ഡെഫിനറ്റ്ലി സ്പോർട്സ് ബ്രാ, അതുപോലെ പാൻറ്റീസ് കോട്ടൺ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചധികം നാൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക്ഔട്ടിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കോട്ട് സെറ്റോ അങ്ങനെയൊക്കെ മേടിച്ച് നമുക്ക് ഇടാവുന്നതാണ്. അതൊരു സന്തോഷമല്ലേ. അങ്ങനെ അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എസ്പെഷ്യലി ജിമ്മിലാണെങ്കിലും ഞാൻ നന്നായി നോക്കാറുണ്ട്. അത് മാത്രമല്ല ഇത്രയും കാലമായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. എനിക്കറിയാം അത് ഞാൻ എല്ലാ കാലവും യൂസ് ചെയ്യും, അപ്പം അത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്ന് മാത്രമല്ല ഞാൻ നന്നായി ഉപയോഗിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ നല്ലതൊക്കെ നോക്കി മേടിക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ മതി. ബേസിക് ആയിട്ട് നല്ലൊരു ഷൂസ്, സ്പോർട്സ് ബ്രാ, ഗ്ലൗസ്, നല്ലൊരു ടവൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഒരു ഹൂഡി ഉണ്ടെങ്കിൽ, അത് പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഒരു ഹൂഡി ഉണ്ടെങ്കിൽ നല്ലത്. അപ്പം നമുക്ക് ഹൂഡി ഇട്ടിട്ട് പോകാവുന്നതാണ്. നമുക്ക് ഹൂഡി മിക്ക ജിമ്മിൽ ഇപ്പോൾ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അവിടെ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂഡിയും ബാഗും ഒക്കെ അവിടെ വെക്കാവുന്നതാണ്, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നല്ലതാ. എൻ്റെ കയ്യിലുള്ളത് ആപ്പിളിൻ്റെ ആണ്, പക്ഷെ നമുക്ക് ആപ്പിളിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് നന്നായിട്ട് ട്രാക്ക് ചെയ്യും. പിന്നെ അതിങ്ങനെ പറയും, ഓക്കെ ഇത്ര കാലറീസ് ബേൺ ചെയ്തു, ഇത്ര നടന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നടന്നതേ ഇല്ല, അതുകൊണ്ട് നാളെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. പിന്നെ ഇതാണെങ്കിൽ എപ്പോഴും ഓരോ മണിക്കൂർ കൂടുമ്പോൾ പറയും, നിങ്ങൾ 1 മണിക്കൂറായി ഇരിക്കണു, എനിക്ക് നടക്കൂ, അങ്ങനെയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഉറക്കത്തിൽ നമ്മളിത് കെട്ടുന്നുണ്ടെങ്കിൽ ചില സ്മാർട്ട് വാച്ചസ് നമ്മുടെ ഉറക്കത്തിൻ്റെ അത് എത്ര ഡീപ്പ് സ്ലീപ്പ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അത് അളക്കൂട്ടോ. അപ്പം അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് ബ്രാ, ഒരു സ്പോർട്സ് ലൈക്ക് ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല വാച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, അപ്പൊ ഇത്രയെങ്കിലും. പിന്നെ വേറൊരു കാര്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പീരിയഡ്സിന്റെ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. അത് ഒരാളുടെ ബോഡി നേച്ചറിനനുസരിച്ചും നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, അതിപ്പോൾ എന്നല്ല മുന്നേ മുതൽക്ക് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ മുതൽക്കേ പീരിയഡ്സിൻ്റെ സമയത്ത് എൻ്റെ നോർമൽ റുട്ടീൻ എന്താണോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഡെലിവറിക്ക് ശേഷം എനിക്ക് വേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എഗെയിൻ അത് തുടങ്ങി. ഡെലിവറിക്ക് ശേഷം വേദന നന്നായി മാറി എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഒരു 3-4 വർഷത്തേക്ക് എനിക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വേദനയും ഉണ്ടാവാറില്ല. പിന്നെ പതിയെ തുടങ്ങി ഇപ്പം എനിക്ക് പണ്ടുണ്ടായിരുന്ന വേദനയുടെ പോലെ തന്നെ വരാറുണ്ട്. അപ്പം അങ്ങനെ വേദന തോന്നുകയാണ്. അതായത് ജിമ്മിൽ പോണ സമയത്ത് എനിക്ക് വേദനയും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പോവില്ല, അല്ലെങ്കിൽ ഹെവി ഫ്ലോ ഉള്ള ദിവസം ഞാൻ പോവില്ല. അല്ലെങ്കിൽ ഹെവി ഫ്ലോ മിക്കവാറും എനിക്ക് 2ാമത്തെ ദിവസമാണ് ഉണ്ടാവാറുള്ളത്, 1ാമത്തെയോ 2ാമത്തെയോ. അതായത് ഇപ്പോൾ രാത്രിയാണ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ പിറ്റേ ദിവസമാണ് എനിക്ക് ഹെവി ഫ്ലോ ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനത് അന്നത്തെ ദിവസം ചിലപ്പോൾ ഒഴിവെടുക്കാറുണ്ട്, മിക്കതും ഒഴിവെടുക്കാറുണ്ട്. അതല്ലാണ്ട് ബാക്കി ദിവസങ്ങൾ ഒഴിവെടുക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സ് 24-25 ദിവസം കൂടുമ്പോൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മാസത്തിൽ ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് നമ്മൾ 4-5 ദിവസം ഒഴിവെടുക്കുമ്പോൾ അത്രയും പോവല്ല. അത് മാത്രമല്ല എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് കാരണം പീരീഡ്സിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരാറില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്കെൻ്റെ നോർമൽ റുട്ടീൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ടാണ് തോന്നാറ്. എനിക്ക് എൻ്റെ ബോഡിക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും വേദന കുറവുള്ള പോലെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. വർക്ക്ഔട്ട് ചെയ്യരുത് എന്നില്ല, എന്നാൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുമില്ല. നിങ്ങൾക്കത് അൺകംഫർട്ടബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, വയ്യ എങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് പുഷ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
അല്ലെങ്കിൽ ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്താലും മതി, ഹെവി വർക്കൗട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം വളരെ ലൈറ്റ് ആയിട്ടുള്ള മിനിമൽ വർക്കൗട്ട്സ് ചെയ്താലും മതിയാവും. അപ്പം അത് നോക്കിയിട്ട് എന്താണോ നമ്മുടെ ബോഡിക്ക് ചേരുന്നത് അത് ചെയ്താൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ റോങ് ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ വർക്കൗട്ട് ചെയ്യണത് ചോദിച്ചത്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ വർക്കൗട്ട് ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ല, ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ ബോഡി ഓരോ പോലെയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് എന്താ വേണ്ടത് നമുക്കേ അറിയുള്ളൂ, വേറെ ആൾക്കാർ പറയണത് ശ്രദ്ധിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം എന്താണോ നമുക്ക് ചെയ്യണം തോന്നുന്നത് വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം. മൈൽഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മൈൽഡ് ചെയ്താൽ മതി. ഞാൻ കൂടുതലും മൈൽഡ് ആയിട്ടുള്ളത് ആ സമയത്ത് ചെയ്യാം. അതല്ല, ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഗോ ഫോർ ഇറ്റ്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്, നമുക്ക് പറ്റാവുന്ന നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മെൻസ്ട്രൽ കപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെയാണ്, അല്ലെങ്കിൽ ഈവൻ രണ്ടാമത്തെ ദിവസം ഞാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇത് അപ്പം ഞാൻ മെൻസ്ട്രൽ കപ്പ് അല്ല യൂസ് ചെയ്യുക, ഡൈപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് ഞാൻ മെൻസ്ട്രൽ കപ്പ് വീട്ടിലുണ്ടെങ്കിൽ യൂസ് ചെയ്യും. എന്താ ഡൈപ്പർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് എനിക്ക് ചിലപ്പോൾ ലീക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ ചോദിച്ചാൽ അറിയില്ല. അത് മാത്രമല്ല, ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് നിറയുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പം പിന്നെ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡൈപ്പർ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ ആ ഏരിയ ഫുള്ള് കവർ ചെയ്യും, യാതൊരു തരത്തിലൊരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഡൈപ്പറാണ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള സമയത്താണെങ്കിൽ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുക. പുറത്ത് ഷൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നോർമൽ പാഡ്സ് യൂസ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് പുറത്ത് പോയിട്ട് നമുക്ക് അതെടുത്ത് കഴുകാനൊക്കെ പാടല്ലേ. പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ആവും നമ്മൾ ചിലപ്പോൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടാവുക, അപ്പോൾ ഒക്കെ നമുക്കത് ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ കൂടുതലും മെൻസ്ട്രൽ കപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ ഞാൻ എന്തിനാണ് വർക്കൗട്ട് ചെയ്യണേന്നുള്ളത് ഞാനിനി പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാണ്ട് വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ് അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കതൊക്കെ ചെയ്യാം, നമുക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏതൊരു തരം വർക്കൗട്ട് ആണെങ്കിലും, അതിപ്പോൾ ജിം ആണെങ്കിലും യോഗ ആണെങ്കിലും വീട്ടിൽ തന്നെയുള്ള നമ്മളെ കുട്ടി കുട്ടി വർക്കൗട്ട്സ് ആണ്, സുംബ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ മാത്രം കണക്കാക്കിയാൽ മതി, കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഇതാണ് നമ്മുടെ ജിം എസെൻഷ്യൽസ്. ഞാൻ കിട്ടണത്തോളം ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.